തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ കൂടുതൽ തെളിവുകൾ 24-ന് കിട്ടി. BJP ജില്ലാ നേതാവിന്റെ മേൽവിലാസം മറയാക്കി സംസ്ഥാന ഉപാധ്യക്ഷനും വോട്ട് ചെയ്തു. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി ആതിരയുടെ വിലാസം ഉപയോഗിച്ചാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തത്. വി ഉണ്ണികൃഷ്ണന് ഇരട്ട വോട്ടുള്ളതിന്റെ തെളിവുകളും 24-ന് കിട്ടി. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സൂരജ്. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള വി ഉണ്ണികൃഷ്ണനായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ BJPയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. ഇന്നലെ ഈ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചൊരു ആരോപണം അത് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇരട്ട വോട്ടുണ്ട് എന്നുള്ളതായിരുന്നു പക്ഷേ ഈ ആരോപണത്തിലുണ്ടായിരുന്ന. പിന്നീട് നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇതിൽ BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള വി ആതിരയുടെ മേൽവിലാസത്തിൽ ഇദ്ദേഹം വോട്ട് ചേർത്തു എന്നുള്ളതാണ് പറയുന്നത്. അത് തെറ്റിദ്ധരിപ്പിക്കൽ എന്ന് മാത്രമല്ല, അതൊരു തരത്തിൽ ക്രമക്കേട് തന്നെയാണ് സ്കേൻ. കാരണം സ്ഥിരതാമസക്കാരനാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ അഡ്രസ്സ് തന്നെ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ തൃശ്ശൂരിൽ നേരത്തെ ഉയർന്നു വന്ന ആരോപണങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആരോപണമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവർ വോട്ട് ചെയ്തിരിക്കുന്നത് നിലവിൽ തൃശ്ശൂരിലെ പൂങ്കുന്നം ഭാഗത്താണ്. പൂങ്കുന്നത്ത് ബൂത്ത് നമ്പർ 21-ലാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. വരുന്നത് കേരളവർമ്മ കോളേജിലാണ് ഈ ബൂത്ത് വരുന്നത്. ക്ഷമിക്കണം, 442 കേരളവർമ്മ കോളേജിലാണ് ഈ ബൂത്ത് വരുന്നത്. 53-ാം ബൂത്ത് നമ്പറിൽ ഈ ആതിരയുടെ വീട്ടഡ്രസ് അടക്കം കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ വോട്ടർ പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. ആ വോട്ടർ പട്ടികയുടെ പകർപ്പും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ നമ്മളോട് വെളിപ്പെടുത്തിയതാണ്. അതിൽ 9 വോട്ടുകളായിരുന്നു അവരുടെ മേൽവിലാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ പോലും അറിയാതെ ചേർത്തിരുന്നത്. പക്ഷേ ഇവിടെ കൃത്യമായി മേൽവിലാസം ആതിരയുടെ അറിവോടുകൂടി തന്നെയാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ ആതിരയോട് പ്രതികരണം തേടിയിരുന്നു. പക്ഷേ അവർ പനി പിടിച്ച് കിടപ്പിലാണ്, അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഈ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പൊന്നാനി മണ്ഡലത്തിലും വോട്ടുണ്ട്. അങ്ങനെ ഇരട്ട വോട്ട് കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഓക്കെ, താങ്ക് യു. സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.